കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. FCRA ഭേദഗതി ബിൽ 2026 വീണ്ടും സജീവ ചർച്ചയാകുന്നു. സുനിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒരു ബില്ലാണ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഈ FCRA ഭേദഗതി ബിൽ. എന്തിനു ഭയക്കണം ക്രൈസ്തവർ? അങ്ങനെ ഭയക്കേണ്ട എന്തെങ്കിലും വകുപ്പുകൾ അല്ലെങ്കിൽ അത്ര മാരകമായിട്ടുള്ള എന്തെങ്കിലും ക്രൈസ്തവർക്ക് ആഘാതമേൽപ്പിക്കുന്ന വസ്തുതകൾ ഈ ബില്ലിൽ ഉണ്ടോ? അപ്രകാരം ഒരു ചോദിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം ഉൾപ്പെടെ ഈ സഭാപിതാക്കന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പിതാക്കന്മാരെ നമ്മൾ എന്തിന് കണക്ക് ചോദിക്കുമ്പോൾ കൊടുക്കാൻ മടിക്കണം? ഈ വിഷയം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തെ മാത്രം ബാധിക്കുന്നതല്ല. ഇവിടെയുള്ള ഹൈന്ദവ സമൂഹങ്ങളുണ്ട്, അവരുടെ ട്രസ്റ്റുകളുണ്ട്, നൂറുകണക്കിന് ട്രസ്റ്റുകളുണ്ട്. ഇസ്ലാം മതസ്ഥരുമായി ബന്ധപ്പെട്ട അവരുടെ ധാരാളം ട്രസ്റ്റുകളുണ്ട്. ഇവർക്ക് ആർക്കുമുള്ള, അതെ, ബുദ്ധമതം, സിഖുകാർ, അന്നേരം നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള മതങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ട്രസ്റ്റുകൾ ഇവിടെയുണ്ട്. അവർക്ക് ആർക്കുമില്ലാത്ത ആശങ്ക ഈ ക്രൈസ്തവ മാഫിയ നേതാക്കന്മാർക്ക് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം എന്ത് എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഞാൻ പർപ്പസ്ഫുള്ളിയാണ് ഞാൻ ക്രൈസ്തവ മാഫിയ നേതാക്കന്മാർ എന്ന് വിശേഷിപ്പിച്ചേക്കുന്നത്. സകല ക്രൈസ്തവരെയും അടച്ചാക്ഷേപിക്കുകയല്ല, ഈ പ്രസ്ഥാനങ്ങളെ ഒരു മാഫിയ പ്രസ്ഥാനമാക്കി പ്രവർത്തനം നടത്തുന്ന അവരെയാണ് ഞാൻ പദത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ പ്രസ്ഥാനങ്ങളും മാഫിയ പ്രസ്ഥാനങ്ങളാണെന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതെ. ഇനി അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ക്രൈസ്തവ സഭാ നേതൃത്വം പറഞ്ഞ് പരത്തുവാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് ഈ FCRA നിയമം എന്ന് പറയുന്നത് BJP കൊണ്ടുവന്ന എന്തോ ഭീകരമായ ഒരു സംഭവം എന്നാണ്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ FCRA എന്ന് പറയുന്ന നിയമം 1976 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ, അതായത് രാജ്യത്തിൻ്റെ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള വിദേശ ശക്തികളുടെ ഫണ്ട് സ്വീകരിച്ച് രാജ്യത്തെ ശിഥിലപ്പെടുത്തുവാനുള്ള സാധ്യതകളും അപ്രകാരമുള്ള ഇൻസിഡൻറ്റുകളും ഉണ്ടായപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് FCRA എന്ന ഒരു, പിന്നീട് 2010 മൻമോഹൻ സിംഗ് സർക്കാർ അത് ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതെ, ആ ഭേദഗതിയിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എത്ര NGOകളാണ് ഇവിടെയുള്ളത്, എത്ര മതസ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത്, എത്ര പേർക്കാണ് ഫണ്ട് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഒരു കൃത്യമായ കണക്കെടുക്കുക മാത്രമാണ് ചെയ്തത്. അതിനൊക്കെ ഉപരിയായി ഇതിനെ ഏതാണ്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 4000-ഓളം NGOയുടെ ഫണ്ടിനെ അന്ന് ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ സത്യം പറയാൻ ശരിയാക്കിയത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇപ്രകാരം ഇതിനൊരു നിയന്ത്രണങ്ങളും ഒക്കെ വേണം എന്നുള്ള തരത്തിൽ നിയമം കർശനമാക്കി അപ്രകാരം ഒരു സംവിധാനം ഒരുക്കി. 2010 വന്നപ്പോഴത്തേക്കും അതിനെ മൻമോഹൻ സിംഗിന്റെ UPA സർക്കാർ വന്ന സമയത്തേക്ക് അതിന് മറ്റൊരു ഭേദഗതി കൊണ്ടുവന്ന് അതിനകത്ത് നമുക്കറിയാമല്ലോ ഒത്തിരി കറപ്ഷൻസ് നടന്നു. എനിക്ക് ക്രൈസ്തവ സഭ ഇടയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് മൻമോഹൻ സിംഗിന് അങ്ങനെ ഒരു ഭേദഗതിക്ക് നിർബന്ധിതമാക്കിയത് 2001 മുതൽ 2011 വരെ കൂടംകുളം ആണവ ഉദയകുമാർ നടത്തിയിട്ടുള്ള പ്രക്ഷോഭമാണ്. അപ്പൊ അതിൽ ഈ വിദേശ ഫണ്ട് വരുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും അതിൻ പ്രകാരമാണ് ഈ ഒരു പ്രേരകമായത് ഈ ഭേദഗതി. ഗ്രീൻ പീസ് പോലെയുള്ള നിരവധി വ്യാജ പരിസ്ഥിതി സംഘടനകൾ ഇവിടെ സർക്കാർ ഒരു വികസനം കൊണ്ടുവരുന്നു, അവിടെ ഒരു പരിസ്ഥിതി പ്രക്ഷോഭം ഉണ്ടാകുന്ന ഒരു രൂപപ്പെട്ടിരുന്നു. അന്നേരം ഇത്തരം സംഘടനകൾക്കെല്ലാം ഫണ്ട് വരുന്നത് ഇത്തരത്തിലുള്ള വിദേശ ഫണ്ടുകളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർ നടപടികൾ സ്വീകരിക്കാൻ ശ്രമിച്ചു. എങ്കിലും ഈ UPA സർക്കാരിനെ, പ്രത്യേകിച്ച് മൻമോഹൻ സിംഗ് സർക്കാരിനെ ഈ സഭകൾക്ക് സ്വാധീനിക്കാൻ ശ്രമിച്ചു. അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകാത്ത രീതിയിൽ ഈ ക്രൈസ്തവ സഭകളെ ഇവർ പരമാവധി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടും പ്രൊമോട്ട് ചെയ്തുകൊണ്ടും ഇവരുടെ FCRA അക്കൗണ്ടുകൾ വഴി പണം ധാരാളമായിട്ട് കൊണ്ടുവരുവാനും ഈ ട്രസ്റ്റുകൾ വഴി, ഈ FCRA അക്കൗണ്ടുകൾ വഴി വരുന്ന പണം മറ്റ് ട്രസ്റ്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുവാനും ഇവർക്ക് ഒരു പർപ്പസിന് വേണ്ടി കൊണ്ടുവന്ന് മറ്റ് പർപ്പസുകൾക്ക് വേണ്ടി വിനിയോഗിക്കുവാനും അങ്ങനെ ഇവരുടെ ഇഷ്ടാനുസരണം ഈ ഫണ്ട് ഉപയോഗിക്കാനായിട്ടുള്ള മൗനാനുമതി ഇവർ കൊടുത്തു. അതിൻ്റെ പ്രതിഫലമായി ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ശതകോടികൾ ഇതിൻ്റെ ഒരു ഓഹരിയായി
ഇവന്മാർക്ക് കിട്ടി. അന്നേരം ഇവിടുത്തെ ഈ രാജ്യത്തിലെ അബ്കാരികളെക്കാളും മറ്റ് മയക്കുമരുന്ന് മാഫിയകളെക്കാളും മറ്റ് മാഫിയകളെക്കാളും ഏറ്റവും കൂടുതൽ പണം കിട്ടാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ മാഫിയകളുടെ FCRA അക്കൗണ്ട് വഴി വരുന്ന പണമാണ് ഇവർ ഉപയോഗിച്ചു എന്നത് വാസ്തവമാണ്. വീണ്ടും 2020 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറി കഴിഞ്ഞപ്പോഴാണ് അവർ കുറച്ചുകൂടി FCRA കർശനമാക്കി ആയിരക്കണക്കിന് FCRA അക്കൗണ്ടുകൾ. കാരണം ഒരുത്തൻ്റെ അഡ്രസ്സ് പോലും ഇല്ലാത്ത, ആരാണ് ഇതിൻ്റെ ഉടമയെന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് കടലാസ് FCRA NGOകളെ നിരോധിച്ചു. അത്തരത്തിലുള്ള ഇന്ത്യയിലേക്കുള്ള വിദേശ പണം ഒഴുക്കിന്, ആ കുത്തൊഴുക്കിന് ഒരു നിയന്ത്രണം വരുത്തി. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ കൈകൊട്ടിപ്പാട്ടുമായിട്ട് നടന്ന താറാവ് യോനച്ചൻ എന്നറിയപ്പെടുന്ന KP യോഹന്നാൻ, നമ്മുടെ തിരുവല്ലക്കാരൻ യോഹന്നാൻ. അതെ, ആത്മീയാത്ര എന്ന് പറഞ്ഞ് മീശയും പഠിച്ച് ജുബയും വിട്ട് നടന്ന കൈകൊട്ടിപ്പാട്ടുമായിട്ട് നടന്ന ഈ യോനാച്ചൻ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ ബിഷപ്പായി മാറുന്നു. മാർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ എന്ന പേരിൽ ഈസ്റ്റേൺ ബിലീവേഴ്സ് ചർച്ച് എന്ന പേരിൽ ഒരു സഭ സ്ഥാപിച്ച് ഇയാൾ സ്വയമായിട്ട് ബിഷപ്പായിട്ട് അവരോധിക്കപ്പെട്ടു. അന്നേരം ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇയാൾ ജുബയും വിട്ട് മീശയും പഠിച്ച് നടന്ന് കഴിയുമ്പോഴത്തേക്കും 2017 മനസ്സിലാക്കാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2000 കോടി രൂപയുടെ ഫണ്ടാണ് ഈ ഒരൊറ്റ പ്രസ്ഥാനത്തിലേക്ക് മാത്രം ഇന്ത്യയിലേക്ക് വന്നത്. ഇതുപോലെ ആയിരക്കണക്കിന് കോടികൾ ഈ ബിഷപ്പ് KP യോഹന്നാൻ്റെ ഈ ഹവാല പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യയിലേക്ക് ഒഴുകി. ഇതുപോലെ മതപരിവർത്തനത്തിനും മറ്റ് രാജ്യത്തെ ശിഥിലപ്പെടുത്തുന്നതിനുമായിട്ട് ഈ പ്രസ്ഥാനം ഏറ്റവും കുറഞ്ഞ സമയത്ത് തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആസ്തിയുള്ള ഒരു ക്രൈസ്തവ പ്രസ്ഥാനമായിട്ട് മാറി. അപ്രകാരം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഒന്ന് RSSൻ്റെ കയ്യിൽ നിന്നും BJP സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പെന്തക്കോസ്റ്റ് മോഡലിലുള്ള ഈ പ്രൊട്ടസ്റ്റന്റ് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സഭകൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. രക്ഷപ്പെടണമെങ്കിൽ പൗരോഹിത്യ സഭയായിട്ട് രൂപാന്തരം പ്രാപിക്കണം എന്ന് അതിന് നല്ലൊരു രസകരമായൊരു ഉദാഹരണം ഒരു പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകൻ നമ്മളുമായിട്ട് പങ്കുവച്ചു. അതായത് ഡൽഹിയിൽ നരേന്ദ്രമോദിയെ കാണുവാനായിട്ട് ഈ നമ്മുടെ കത്തോലിക്ക ബിഷപ്പുമാരുടെ കൂടെ നമ്മുടെ ഈ താറാവ് യോനാച്ചൻ ജുബയും ഒക്കെ ഇട്ട് മീശയൊക്കെ ഓടിച്ച് ഉമ്മാരുടെ കൂടെ പോവുക. അന്നേരം അവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും വന്ന് റൂമിലേക്ക് കയറി വിടാൻ നേരം ഈ നൈറ്റ് തൊഴിലാളികളന്മാരെ, ലോഹത്തൊഴിലാളികളെ എല്ലാം കൂടെ എന്ത് ചെയ്തു, ആദരപൂർവ്വം വിളിച്ച് പുള്ളിയുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോയിട്ട് ഈ KP യോഹന്നാനോട് മീശയും പഠിച്ച് ജുബയും ഇട്ടിരുന്ന KP യോനോട് പറഞ്ഞു ഒരു കാപ്പി കൊണ്ട് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും കൊടുത്തിട്ട് അവിടെ കഴിച്ചുകൊണ്ടിരുന്നോളാം പറഞ്ഞ് അവിടെ മൂലയ്ക്ക് ഇരുത്തി. അന്നേരം ഈ നൈറ്റ് തൊഴിലാളികളെല്ലാം അകത്തോട്ട് കയറിപ്പോയി. പുള്ളി അണ്ടിപ്പരിപ്പും നിന്ന് കട്ടൻ കാപ്പിയും കുടിച്ചോണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ആകെ ഇൻസൾട്ടായി. അന്നേരം പുള്ളി ഒരു പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകനാണ് ഉപദേശിച്ചത്, തനിക്കും ഈ പദവി കിട്ടണമെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സ്റ്റാറ്റസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ താനും നൈറ്റി ഇടുക, താടിയും മുടിയും ഒക്കെ വളരുമല്ലോ, അത് വളർത്തുക. ഇവന്മാരെ പോലെ പ്രാകൃത വേഷത്തിൽ നടന്നു കഴിഞ്ഞാലേ നിനക്കൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ ഉണ്ടാക്കിയ സ്വത്ത് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നൈറ്റി ഇടുക, താടിയും മുടിയും വളർത്തുക, ഒരു കാരണവശാലും പഠിക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇയാൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നിന്ന നിപ്പിൽ KP യോഹന്നാൻ എന്ന് പറയുന്നത് മാർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ എന്ന് പറഞ്ഞിട്ട് ഇയാൾ നൈറ്റ് ഇട്ടു. എന്നിട്ട് ഇവിടെ കൈകൊട്ടിപ്പാട്ടുമായിട്ട് കിടന്ന IPCയിലെ പാച്ചർമാരെ, റോഡ് പണിക്ക് നടന്നവന്മാരെ എല്ലാം പിടിച്ച് ഒറ്റ രാത്രിയിൽ ചുവന്ന നൈറ്റ് ഇടിപ്പിച്ച് മാർ പീഡോഫിലിയോസ് എന്നൊക്കെ പേരും കൊടുത്ത് ഒറ്റ സുപ്രഭാതത്തിൽ മറ്റേ പ്ലം കേക്ക് തൊപ്പിയൊക്കെ വെച്ച് ഇമാർ ഇതിലെല്ലാം കൂടെ ഒറ്റ രാത്രി കൊണ്ട് വിരിച്ചിറക്കി. നമ്മൾ സുനിൽ ഈ ഒരു വ്യക്തിയുടെ കാര്യം പറയുമ്പോൾ നമുക്കൊരു പക്ഷേ നമുക്ക് അനുകൂലിക്കാം. പക്ഷേ പരമ്പരാഗത സഭകൾ, നമ്മുടെ സീറോ മലബാർ സഭ, ഓർത്തഡോക്സ് സഭ, CSI സഭ, ഇതൊക്കെ ബ്രിട്ടീഷ് ഭരണകാലത്ത് മുതലേ കേരളത്തിൽ, ഭാരതത്തിലടക്കം നിലനിന്ന സഭകളാണ്. അവർ എത്രയോ സേവന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. എത്രയോ അനാഥാലയങ്ങൾ, എത്രയോ വൃദ്ധർക്കുള്ള വൃദ്ധമന്ദിരങ്ങൾ, എത്രയോ സ്കൂളുകൾ, എത്രയോ കോളേജുകൾ, അങ്ങനെ ഈ ഒരു സാമൂഹ്യ രംഗത്ത് അവർ നൽകിയ സംഭാവന പെട്ടെന്ന് കുറച്ച് കാണാൻ കഴിയില്ല. അവർക്ക് ഈ ഫണ്ട് വന്നാൽ എന്താണ് പ്രശ്നം? ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഇത്തരത്തിൽ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുക, അവരെ പഠിപ്പിക്കുക, കടുത്ത ജാതി വിവേചനം അനുഭവിച്ചിട്ടുള്ളവർക്കൊക്കെ താങ്ങും തടലുമായിരുന്ന സഭകളാണ് ഇവരെല്ലാം തന്നെ. അത്തരം പാരമ്പര്യമുള്ള സഭകളെ ഈ യോഹന്നാൻ എന്ന് പറയുന്ന ആളുമായിട്ട് ഇപ്പോൾ സുനിൽ പറഞ്ഞ പോലെ അവർ ആ യോഹന്നാനുമായി ഇത്തരം പാരമ്പര്യ സഭകളെ കൂട്ടിക്കെട്ടുന്നതിൽ എന്താണ് അർത്ഥം? ഇന്ന് ഇന്ത്യയിലുള്ള ഇവർ ഈ അവകാശപ്പെടുന്ന സുറിയാനി ക്രിസ്ത്യാനികളെന്നും റോമൻ കത്തോലിക്കെന്നും യഥാർത്ഥ സുറിയാനി ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നവരുടെ നമ്മുടെ ഒരു പാരമ്പര്യം നമ്മൾ ചകഞ്ഞു പോയാൽ 2 അല്ലേ 3 തലമുറയ്ക്കപ്പുറം
ഈ പറയുന്ന മാർ അത്തനേഷ്യസ് യോഹന്നനും മാർ പീഡോഫിലിയോസിൻ്റെയും ഒക്കെ അപ്പൻ്റെ പേര് ചോദിച്ചാൽ ചിണ്ടനെന്നോ അമ്മയുടെ പേര് ചോദിച്ചാൽ ചിരുതയെന്നോ അല്ലെങ്കിൽ കോവാലിനോ എന്നോ ഇവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബ്രാഹ്മണന്മാരെ മുഖ്യെന്ന് പറയുന്നത് എന്ന അവന്മാരുടെ അവകാശമാണ്. ഒന്ന് പി സി ജോർജ് പറയുന്നത് പുള്ളിയെ അതുപോലുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ പെറ്റതള്ള സമ്മതിക്കുമോ? അന്നേരം എന്ന് പറഞ്ഞാൽ എല്ലാവരും അവകാശപ്പെടുന്ന ഇതാണ്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്ന അല്ലെ ഈ പൗരോഹിത്യ സഭകൾ എന്ന് പറയുന്നതിൻ്റെ എല്ലാം 2 അല്ലെ 3 തലമുമ്പ് ഇവിടുത്തെ കോപാലനോ ഇവിടുത്തെ ചിരുതയോ ചിണ്ടനോ ആയിരുന്നു 90%. ഇവിടെ ഇസ്രായേലിൽ നിന്ന് വന്ന ജൂതന്മാരായിട്ടുള്ള ഏതെങ്കിലും വല്യപ്പനോ അപ്പനോ ഉള്ള ഏതെങ്കിലും ഒരു ബിഷപ്പന്മാർ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കോടി രൂപ നമ്മൾ ഇന്ന് ഇവർക്ക് ഇനാമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് ഫംഗ്ഷൻ ചെയ്യുന്ന സീറോ മലബാർ സഭയായിക്കോട്ടെ, ഓർത്തഡോക്സ് സഭയായിക്കോട്ടെ, യാക്കോബ സഭയായിക്കോട്ടെ, മർത്തോമ സഭയായിക്കോട്ടെ, ഈ ന്യൂ ജനറേഷൻ ആയിക്കോട്ടെ, ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു യഹൂദ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരികയോ ഇസ്രായേലിൽ നിന്ന് വരികയോ ചെയ്ത് ആ പാരമ്പര്യമുള്ള യഥാർത്ഥ ഒരു പാരമ്പര്യം ശുദ്ധരക്തവാദികൾ എന്ന് പറയുന്ന ഇവന്മാരുടെ ഈ ശുദ്ധരക്തവാദികളോട് പറയുകയാണ്, ഈ ശുദ്ധരക്തവാദിക്ക് യഹൂദന്റെ രക്തമുണ്ടെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്നവന് 1 കോടി രൂപ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അന്നേരം ഇതൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അന്നേരം ഈ പറയുന്ന ഈ ഭയങ്കര അതുപോലെ തന്നെ തോമസ് ലീഗ ഇവിടെ വന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റാവുന്ന ഏതെങ്കിലും സഭയ്ക്കോ ബിഷപ്പിനോ 1 കോടി രൂപയുടെ കൂടെ സമ്മാനം നമ്മളിവിടെ നൽകും. ഇത് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അന്നേരം ഇതിനകത്ത് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഇന്ന് ഈ ക്രൈസ്തവ സഭകൾ, അതായത് മൈ ചർച്ച് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് നമ്മൾ ആരംഭിച്ചു. അതിന്റെ ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത് എ വി തോമസ് അച്ചാന്റെ സ്ഥാനത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു മൂവ്മെന്റ് ആരംഭിച്ചു. അന്നേരം അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വചനവിരുദ്ധമായ ഈ തെറ്റായ പഠിപ്പിക്കൽ ഇന്ന് ഈ സഭകൾ എന്ന പേരിൽ ഈ പൈശാചിക പ്രസ്ഥാനങ്ങൾ, ഈ സാത്താന്മാരുടെ കൂട്ടങ്ങൾ, അതായത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അപമാനിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തെ അപമാനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പൈശാചിക പ്രസ്ഥാനം 55,000-ലധികം പ്രസ്ഥാനങ്ങളുണ്ടാക്കി ഇവന്മാരെല്ലാം സഭകളാണെന്നാണ് പറയുന്നത്. ഒന്ന്, കത്തോലിക്ക സഭയെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇതിന് സഭ എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഇത് ട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ട്രസ്റ്റ് അല്ല, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് ചോദിച്ചാൽ അതുമല്ല, എന്നാ തേങ്ങയെന്ന് ചോദിച്ചാൽ ഇവന്മാർക്ക് പോലും പറയാൻ പറ്റത്തില്ല. കോടതിയിൽ അന്നേരം ഇത് വിശ്വാസികളുടെ മുന്നിൽ ഇത് സഭയാണെന്ന് പറയുന്നു. ഇതിനെ ലീഗലി പോയി നോക്കി കഴിഞ്ഞാൽ ഇതിന് അങ്ങനെ ഒരു എൻറ്റിറ്റി ഇതിന് ഇല്ല. അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്നു. ഇതെന്ന് പറയുന്ന ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിയാണ് ഈ പറയുന്ന മലങ്കര മെത്രാപ്പോലിത്തയും മലങ്കര കാതോലിക്കയും എന്നൊക്കെ പറയുന്ന അതാ പറഞ്ഞ അവിടെയുള്ള ഒരു ഹൈന്ദവന്റെ സ്ഥലം ഇവന്മാർ ചുളുവിൽ അടിച്ച് മേടിച്ചു. അന്ന് അവരുടെ അങ്ങോട്ടിരുന്നൊരു പേരായിരുന്നു അതിനകത്ത് ദേവലോകം എന്ന്. അന്നേരം ഇവർ നോക്കിയപ്പോൾ പേര് കൊള്ളാവലോടാ ദേവലോകം. അങ്ങനെ ഇവന്മാരെ ഇട്ട ഈ പൂച്ചാണ്ടികൾ വന്നിരിക്കുന്ന സ്ഥലത്തിന് ഇവന്മാർ ദേവലോകം എന്ന് പേരിട്ടിട്ട് അസുരന്മാരിരിക്കുന്ന ഒരു സ്ഥലമാക്കി ഇതിനകത്ത് മാറ്റിയേക്കാണ്. അങ്ങനെ അങ്ങ് പരിഹസിച്ച് തള്ളാൻ കഴിയുമോ? ക്രൈസ്തവ സഭകളുടെ എത്രയോ സംഭാവനകൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുണ്ട്. നമ്മൾ അക്ഷരം CSI, നമ്മുടെ കോട്ടയത്തെ CMS കോളേജ് കേരളത്തിലെ ആദ്യത്തെ അംഗീകൃത കോളേജാണത്. അങ്ങനെ അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ അന്ന് ഒരു പക്ഷേ മൂല്യം മാറിയെന്നിരിക്കാം എന്ന് കരുതി അവർ തന്നിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. അതിനെ ഇത്രയും അങ്ങനെ നിസ്സാരവൽക്കരിക്കുന്നത് എത്രത്തോളം ധാർമ്മികമാണെന്നൊരു ചോദ്യം. ഇവർ പറയുന്ന ഒരു നസ്രാണി സമൂഹം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ കുടിയേറ്റ ഈ കാലഘട്ടം വരുമ്പോഴത്തേക്കും ഇവിടെ ഈ പറയുന്ന ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ വരികയും അവർ ഇവിടെ ചെയ്തേക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്ത ആ സമയത്തെന്ന് പറഞ്ഞാൽ ഇവർ ഈ വളരെ പൈശാചികവും പ്രാകൃതവുമായ ആചാരങ്ങൾ അന്ന് OBC ദളിത് വിഭാഗങ്ങൾക്ക് വഴി നടക്കാനുള്ള, ആഫ്രിക്കയിലെ കാട്ടുജാതിക്കാരന് പോലും നടക്കാനുള്ള അവകാശമുണ്ട്. ഇവിടുത്തെ OBC ഈഴവരടക്കമുള്ള OBC പിന്നെ പുലയ പറയ അത്തരത്തിലുള്ള ദളിത് വിഭാഗങ്ങളെ മൃഗതുല്യമായി കണ്ട ആ ഒരു സാഹചര്യത്തിലാണ് മിഷണറിമാരുടെ ഇത്തരം ഒരു പുരോഗമനപരമായ ഇടപെടൽ. അവരെ സ്കൂളിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് കയറി കിടക്കാൻ പിന്നെ വീട് വെച്ച് കൊടുക്കുന്നു. എങ്ങനെയാണ് സുനിൽ ഇത്രമാത്രം പിന്നെ അവരെ അറ്റാക്ക് ചെയ്യാൻ കഴിയും? നമ്മൾ നോക്കുക, സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇപ്പം ആ സ്വാതന്ത്ര്യ ആ കാലഘട്ടത്തിൽ ആ
ആദ്യ കാലഘട്ടത്തിൽ നിന്ന് മിഷണറിമാരെ സംബന്ധിച്ചിടത്തോളം ഹാരി പറഞ്ഞതുപോലെ വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവർ നൽകിയിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ജാതി വ്യവസ്ഥകൾക്കെതിരെ, ജാതി വ്യവസ്ഥകൾക്കെതിരെ അവർ അന്നേരം അവർക്കുള്ള ഒരു പരിഹാര മാർഗം, ഒരു ആശ്രയ കേന്ദ്രം എന്ന് പറയുന്ന തരത്തിലേക്ക് അവർ ക്രൈസ്തവ സഭകളിലേക്ക് വന്നു. അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ മിഷണറിമാർ യഥാർത്ഥത്തിൽ ഇവിടെ നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ, വിദ്യാഭ്യാസം, ആ കാലഘട്ടത്തിലെല്ലാം അവർ വളരെ നല്ല സംഭാവനകൾ നൽകി. അവർ അതിൻ്റെ ബേസ് ഉണ്ടാക്കി. പിന്നീട് അതിനുശേഷം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമുക്ക് നോക്കുക, ഈ പറയുന്ന പല ആയിരക്കണക്കിന് പേരിൽ ഇവിടെ സഭകളും പ്രസ്ഥാനങ്ങളും ഉണ്ടായി. ഈ കെ പി യോഹന്നാൻ്റെ തന്നെ കാര്യം എടുക്കുക. ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന പേരിൽ ആയിരക്കണക്കിന് ഫണ്ടുകൾ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഉള്ള പല പ്രസ്ഥാനങ്ങളും എല്ലാം ആരംഭിച്ചു. ഇത്തരത്തിൽ പിന്നീട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഈ മിഷണറിമാരുടെ കാലഘട്ടത്തിന് ശേഷം ഇവിടെ എത്ര പ്രസ്ഥാനങ്ങൾ ഇവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അന്ന് ഇതിനെ ഒരു ചാരിറ്റി ആയിട്ട് അവർ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും ലുക്രറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ആക്കി ഇവർ പറഞ്ഞു വരുന്നത് അന്നത്തെ ആ ഒരു നല്ല പേര്, നല്ല ഇമേജ്, അവർ അന്നത്തെ നിസ്വാർത്ഥരായിട്ടുള്ള മിഷണറിമാർ നടത്തിയിട്ടുള്ള ആ ഒരു ഗുഡ് ഇമേജ്, ഒരു വലിയ ഒരു ഇമേജിനെ പിന്നീട് ഒരു ചൂഷണം എന്ന നിലയിലേക്ക് ഇവർ മാറുക. ഞങ്ങളാണ് ഇതിൻ്റെ അടുത്ത അനന്തരാവകാശി എന്ന പേരിൽ ഇവർ വലിയ തോതിൽ വിശ്വാസികളെ ഭയപ്പെടുത്തിയും ചൂഷണം ചെയ്ത് വളരുകയാണ് എന്നാണ് സുലു പറഞ്ഞത്. ഇതിനകത്തെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ഒരു വലിയൊരു കച്ചവടം, ഒരു ചൂഷണം എന്ന തരത്തിലേക്ക് ഇത് അധപ്പതിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിന് വിപരീതമായി നിങ്ങൾ പക്ഷികളെയും പറവുകളെയും നോക്കുക, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിച്ച് വെക്കുന്നില്ല എന്ന് പറയുന്ന പോലെ ആ ഒരു തിയറിയിൽ നിന്നും മാറി ഇവർ ഈ പൗരോഹിത്യവർഗം വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നാൽ അവർ ഈ വിശ്വാസി സമൂഹം കഷ്ടപ്പെടുന്ന അവരുടെ സമ്പത്തിനെ മുഴുവൻ കവർന്ന് ഇവരുടെ അരമനകളിൽ അത് കവർന്ന് സൂക്ഷിക്കുന്ന തരത്തിലേക്കും ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ന് ഇന്ത്യയിലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവിടുത്തെ കത്തോലിക്ക സഭയാണ്. അതുപോലെ തന്നെ CMI സഭയാണ്. ഇതുപോലെ ഓരോ ക്രൈസ്തവ പ്രസ്ഥാനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥാവര ജംഗമ വസ്തുക്കൾ കൈയാളുന്ന ഒരു സഭയാണ്. എന്നാൽ ഒരു മൈനോറിറ്റി എന്ന അവസ്ഥയിലേക്ക് സ്വാതന്ത്ര്യത്തിൽ അന്നേരം നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പോലും, ഹാരി പറയുന്നു അവരത് ചെയ്തു ഇത് ചെയ്തു, എന്നിട്ട് പോലും ഇത്രയും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോൾ പോലും ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇവർ ഇത്രയും മതപരിവർത്തനം നടത്തുവാൻ വേണ്ടി ഇവർ ഇത്രയും ഫണ്ട് ഇവിടെ കൊണ്ടുവന്നെന്ന് പറയുന്നു, ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു, പല സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും ഈ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഈ എത്ര ശതമാനം, ഏറ്റവും മൈനോറിറ്റി ആയിട്ട് 2% താഴെ അത് ചുരുങ്ങിപ്പോയതിൻ്റെ കാരണം, വളരാത്തതിൻ്റെ താഴേക്ക് പോയതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പൗരോഹിത്യ വർഗത്തിൻ്റെ ചൂഷണവും തട്ടിപ്പും ബിസിനസ്സും കൊണ്ട് മാത്രമാണ്. അന്നേരം ഈ സമ്പത്തെന്ന് പറയുന്നത് ഇന്ന് ഈ സഭകളെന്ന് പറയുന്ന ഏതാനും ചിലരുടെ കൈകളിലേക്ക് ഇത് മാറി. അതുപോലെ തന്നെ ഇന്ന് രാജ്യത്തെ തന്നെ വെല്ലുവിളിക്കുവാൻ പറ്റുന്ന, അട്ടിമറിക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു പാരലൽ മാനേജ്മെൻറ്റ് സംവിധാനം ഇവന്മാർ ഉണ്ടാക്കി. അതായത് ഇവിടെയുള്ള റിസർവ് ബാങ്കിനേക്കാളും ലിക്വിഡിറ്റിയും ഫണ്ടും അതുപോലെ അസറ്റും ഈ ക്രൈസ്തവ സഭകൾ എന്ന് പറയുന്ന ഇവർക്കുണ്ടായി. അന്നേരം ഈ കള്ളപ്പണം വെളുപ്പിക്കുവാനുള്ള ഒരു പാരലൽ മാനേജ്മെൻറ്റ് സംവിധാനമായി മാറി. അതായത് ഏത് സമൂഹത്തിൻ്റെ ആയിക്കോട്ടെ, അത് മുസൽമാൻ്റെ ആയിക്കോട്ടെ, ഹൈന്ദവരുടെ ആയിക്കോട്ടെ, പണം വെളുപ്പിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വിദേശത്തു നിന്നും ഇവിടേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ക്രൈസ്തവ സഭകൾ എന്ന് പറയുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ഡയോസിസുകൾ എന്ന് പറയുന്ന തരത്തിൽ അന്യ രാജ്യങ്ങളിലും മറ്റു പ്ലേസുകളിലും വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഹവാല പണം ഇടപാടിൻ്റെ ശരിക്കും ഹബ്ബുകളായി മാറി. ഇപ്പോൾ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ USA ഇതുപോലെ ഹവാല പണങ്ങളുടെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ KP യോഹന്നാനും സംഘവുമാണെന്ന് കണ്ടെത്തി ഇയാളെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് നമ്മുടെ ഇവിടെ കാപ്പ ചുമത്തി അകത്തിടുന്നത് പോലെ ഇയാൾക്കെതിരെ ചുമത്തി ഇയാൾക്ക് കോടികളുടെ പെനാൽറ്റി അടപ്പിച്ചിരുന്നു. ഇവിടെ ഇയാൾ മാർ അത്തനേഷ്യസ് യോഹാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇയാളുടെ പാസ്പോർട്ടിൽ അമേരിക്കയിൽ നടക്കുമ്പോൾ കടപ്പുലാരിയിൽ യോഹന്നാൻ പുന്നൂസ് എന്നാണ് ഇയാളുടെ പേര്. KP യോഹന്നാൻ ഇവിടെ മാർ അത്തനേഷ്യസ് യോഹാൻ ഇവിടെ മരിച്ചു എന്ന് ഇന്ത്യയിൽ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആരും അറിഞ്ഞില്ല. കാരണം പാസ്പോർട്ടിലും മറ്റ് നിയമരേഖയിലുമെല്ലാം കടപ്പുലാരിയിൽ പുന്നൂസ് യോഹന്നാൻ എന്നറിയപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യനാണിത്. അന്നേരം ഇതുപോലെ ഈ ക്രിസ്ത്യാനിറ്റിയുടെ മറവിൽ ഈ ലേബലിൽ കച്ചവടം ചെയ്യുന്ന ഇതിൻ്റെ കച്ചവട സാധ്യതകൾ മനസ്സിലാക്കി ഒരു കുടിൽ വ്യവസായമായിട്ട് തുടങ്ങി വലിയൊരു വ്യവസായിയായി മാറിയ ആളാണ് ഈ KP യോഹന്നാൻ. ആ KP യോഹന്നാനെ സംബന്ധിച്ചോളം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കി. അന്നേരം ഇതുപോലെ ഒരു നിയമനിർമ്മാണം FCRA പോലെയുള്ള ശക്തമായ നിയമനിർമ്മാണങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ പ്രസ്ഥാനങ്ങൾ, ഈ ക്രൈസ്തവ സഭകളുടെ പേരിൽ ഈ ക്രിസ്തുവിനെയും ഈ വിശുദ്ധ വേദപുസ്തകത്തെയും അപമാനിക്കുന്ന തരത്തിലേക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ മാറിപ്പോകാതിരിക്കുവാൻ
ഇവരുടെ ഒരു പാരലൽ ക്രസ്റ്റായി വർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതിനൊരു നിയന്ത്രണം വേണം. ഇവരുടെ കണക്കുകളിൽ അക്കൗണ്ടബിലിറ്റിയും സുതാര്യതയും വേണം. ഇത് മാത്രമേ പറയുന്നുള്ളൂ. അത് സുനിൽ പറയുന്നത് കൃത്യമായും ഈ ഹിന്ദുത്വ രാഷ്ട്രീയം RSS മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ അതേ വാചകങ്ങളും അതേ ആശയങ്ങളും തന്നെയാണ് സുനിൽ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഹിന്ദുത്വവാദികളുടെ RSSന്റെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഗുരുജി ഗോൾവാക്കറുടെ വിചാരധാരയിൽ ഭാരതത്തിലെ 3 ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. 1 കമ്മ്യൂണിസ്റ്റുകാർ, 2 ക്രൈസ്തവർ, 3 മുസ്ലിമുകൾ. ഇവർക്ക് ഇന്ത്യയിൽ യാതൊരു പൗരാവകാശവും ഇല്ല എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അത്തരത്തിൽ ക്രൈസ്തവരെ വേട്ടയാടാൻ ഉള്ള ഒരു നിയമം തന്നെയാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞാൽ അതിന് സുനിൽ എങ്ങനെയാണ് അതിനെ ഖണ്ഡിക്കുക? ഹരി, അതിനുള്ള മറുപടി എന്ന് പറയുന്നത്, ഞാൻ ഹരിയോട് ഒരു ചെറിയ ഉപചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ ഭരിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണോ വിചാരധാര അനുസരിച്ചാണോ? നിലവിലത്തെ സാഹചര്യത്തിൽ നിലവിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെയാണ്. പക്ഷേ രഹസ്യമായി നടപ്പിലാക്കുന്നത് അല്ലല്ല. ഇത്തരത്തിലുള്ള ഞാൻ പറയട്ടെ, എത്രയോ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും എതിരായി എത്രയോ പരസ്യമായ അതിക്രമങ്ങളാണ് ഈ മോദി സർക്കാരിൻ്റെ ഭരണകൂടത്തിന് മുൻപുണ്ടായ. ആ സമയത്ത് മാത്രമല്ല, അതിനു മുൻപ് രാമജന്മഭൂമി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നോക്കുക, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നോക്കുക, കൃത്യമായി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും കൃത്യമായി തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അതിലെ ആക്രമണം. അവിടെ കമ്മ്യൂണിസ്റ്റുകാർ കുറവായതുകൊണ്ട് മാത്രമാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഉത്തരേന്ത്യയിൽ ഓരോ ദിവസവും ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കെതിരെ, ക്രൈസ്തവ പുരോഹിതർക്കെതിരെ എത്ര അതിക്രമങ്ങളാണ് ഉണ്ടാകുന്നത് സുനിൽ. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എന്താണ് പ്രശ്നം? ഇവിടെ ഞാൻ പറയട്ടെ, എന്താണ് അതിന്റെ റീസൺ അവിടേക്കാണ് ഞാൻ പറഞ്ഞത്. അത് ഭരണഘടനയെ ഒരു മറയാക്കി വെച്ചുകൊണ്ട് അവിടുത്തെ RSS, അതായത് സംഘപരിവാർ സംഘടനകൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയം എന്ന് പറയുന്നത് ഗോൾവാക്കറുടെ ഈ പറയുന്ന വിചാരധാരയിലെ ആശയങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഹാരിയോട് ചോദിച്ചത്, ഇന്ത്യ ഇപ്പോൾ ഭരിക്കപ്പെടുന്നത് വിചാരധാരയുടെ അടിസ്ഥാനത്തിലാണോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞ ശേഷം വിചാരധാര അനുസരിച്ചിട്ടാണോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടാണോ എന്ന് ഞാൻ ചോദ്യം ചോദിച്ചതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്, നിലവിലത്തെ സാഹചര്യത്തിൽ അത് BJP സർക്കാർ ഭരിക്കുകയാണെങ്കിലും ഇതിനു മുമ്പ് UPA സർക്കാരാണെങ്കിലും കോൺഗ്രസ് ഭരണകൂടമാണെങ്കിലും ആര് ഭരിച്ചാലും ഭരണഘടനയെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മുടെ രാജ്യം ഭരിക്കപ്പെടുന്നത്. അന്നേരം ഇതുപോലെ ഓരോ പ്രസ്ഥാനങ്ങൾക്കും വിചാരധാര പോലെയുള്ള രഹസ്യ അജണ്ടകളുള്ള ഓരോ സമുദായത്തിനും സംഘടനകളും ഉണ്ടാവാം. എന്നാൽ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു മതേതര രാഷ്ട്രം എന്ന് വിഭാവനം ചെയ്യുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം, ആ രാഷ്ട്രത്തിൽ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണമെന്ന് വിഭാവനം ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഒരു രാജ്യത്ത് അപ്രകാരം എല്ലാ മതങ്ങളുടെയും അവകാശങ്ങൾ പാലിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ഞാൻ ന്യൂനപക്ഷത്തിന് എൻ്റെ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ വിദേശ ശക്തികളുടെ ഫണ്ട് ഇവിടേക്ക് കൊണ്ടുവരികയും ആ ഫണ്ടിനെ അതിൽ ഒരു ചെറിയ അംശം ഞാൻ ചാരിറ്റികൾക്ക് വേണ്ടി ഞാൻ പറയുന്ന ആ പർപ്പസിന് വേണ്ടി ഞാൻ അതിനെ വിനിയോഗിക്കുകയും ബാക്കി ഫണ്ടെന്ന് പറയുന്നത് ഞാനിവിടെ അസറ്റുകൾ മേടിച്ചു കൂട്ടി ഒരു സമാന്തര സംവിധാനങ്ങളാക്കി ഒരു വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രവർത്തനങ്ങൾക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി കണക്ക് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? അന്നേരം ഇതിലൂടെ ഈ FCRA നിയമ ഭേദഗതിയിലൂടെ ഈ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഇത്തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും സുതാര്യതയും കൊണ്ടുവരിക, അവരുടെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കണക്ക് ചോദിക്കുമ്പോൾ അതിൻ്റെ കണക്ക് നൽകുക. അതുപോലെ തന്നെ ഇവർ തെറ്റായ ഒരു സന്ദേശം പകർത്തുവാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് ഈ FCRA നിയമ ഭേദഗതിയിലൂടെ ഇവർ പള്ളികളും പള്ളികളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളും പിടിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ് ഈ വിശ്വാസികളുടെ ഇടയിൽ ഒരു പാനിക് ഉണ്ടാക്കുവാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അതല്ല. അന്നേരം ഈ ഭേദഗതിയിലൂടെ ഇവർ ലക്ഷ്യം വെക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഇതിന് നമ്മുടെ രാജ്യത്ത് നിലവിൽ ഈ ഹൈന്ദവരുടെ കാര്യം, അവരുമായിട്ട് ബന്ധപ്പെട്ട അമ്പലങ്ങളും വിശ്വാസങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട ദേവസ്വം ബോർഡുണ്ട്. അതുപോലെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് വഖഫ് ബോർഡുണ്ട്. സർക്കാരിന് 2 മതങ്ങളെ നിയന്ത്രിക്കുവാനുള്ള എന്നാൽ സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല, എന്നാൽ ഒരു അതോറിറ്റി, ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറയുന്ന സാധനം അവിടെയുണ്ട്. എന്നാൽ വളയമില്ലാതെ ചാടുന്ന ഏക ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണ്. അന്നേരം ഇവർക്ക് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്ര ഫണ്ട് വരുന്നെന്നോ ഇവർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഇതെല്ലാം ചാരിറ്റി ആണെന്ന് പറഞ്ഞ് ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും ലുക്രറ്റീവായ ബിസിനസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലയുമാണ്. ഇന്ന് ഈ ക്രൈസ്തവ മേഖലകളിലെ ഇന്ന് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ, ആതുരാലയങ്ങൾ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് കെയർ സെൻ്ററുകളായിക്കോട്ടെ,
അത് കൈയാളുന്നതെന്ന് പറയുന്നത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണ്. എന്നാൽ അവിടെ കാര്യമായ ചാരിറ്റി ഉണ്ടാകുന്നില്ല. അവിടെ നിയമനത്തിനാണെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. ക്രൈസ്തവ പ്രസ്ഥാനങ്ങളിൽ ഈ ഫണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് പോരാഞ്ഞ് വിശ്വാസികളുടെ നിന്ന് വീണ്ടും ചൂഷണം ചെയ്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആയിരക്കണക്കിന് ഉണ്ടാക്കി അവിടെ അധ്യാപക നിയമനത്തിന് കോടി ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്രകാരം ഈ വിശ്വാസികൾക്ക് പോലും യാതൊരു പ്രയോജനവുമില്ലാത്ത ഈ പ്രസ്ഥാനങ്ങളിൽ വരുന്ന ഈ കോടാനുകോടി രൂപയുടെ ഫണ്ട് ഓരോ വർഷവും, ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്ത് തന്നെ മലങ്കര കത്തോലിക്ക സഭയുടെ അധീനതയിലുള്ളതാണ് പട്ടം സെന്റ് മേരീസ് മാർ ഇവാനിയൂസ്. അതായത് ഒരു 200-250 കോടിയുടെ കച്ചവടമാണ് ഏറ്റവും മിനിമം ഈ തിരുവനന്തപുരം ജില്ലയിലെ ഈ വിദ്യാഭ്യാസ കച്ചവട സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. അന്നേരം ഇതിനകത്ത് അധ്യാപക നിയമനത്തിന് 100 കണക്കിന് കോടികൾ വരുന്നു. ഈ പണം എവിടെ പോകുന്നു? അതുപോലെ തന്നെ ഇവർ ഈ ഓരോ പർപ്പസുകൾക്ക് വേണ്ടിയും ഇതിൻ്റെ ഡൊണേഷനായിട്ടും ക്യാപിറ്റേഷനായിട്ടും ഇതുപോലെ ശതകോടികൾ വന്ന് മറിയുകയാണ്. ഇതിനൊക്കെ ഒരു സുതാര്യത വേണ്ടേ? ഇതൊന്നും പിടിച്ചുകൊണ്ട് പോകുകയാണ്. FCRA ഭേദഗതിയിൽ കൃത്യമായി അവർ പറയുന്നുണ്ട്, 2026 മാർച്ചിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ച ആ ബില്ലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അതിനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ നിയമഭേദഗതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്ന്, ഇതിനൊരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഉണ്ടാവുക. പിന്നെ ഈ കൊണ്ടുവരുന്ന ഫണ്ട് ഇതിനു വേണ്ടി തന്നെയാണോ ചെലവഴിക്കുന്നത് എന്ന് ഇവർ കൃത്യത ഉറപ്പാക്കുക. അതുപോലെ കൃത്യമായിട്ട് ഇതിൻ്റെ ഓഡിറ്റിംഗ് ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞാൽ FCRA അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് മതിയായിരുന്നു. ആയുഷ്കാലം അതിനകത്ത് പണം കടത്താൻ കൊണ്ടുവരാം, പണം തുടർന്നുകൊണ്ടേയിരിക്കാം. വേറൊരാൾക്ക് വേണ്ടി ഫണ്ട് കടത്തിക്കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി കൊടുക്കാം. അന്നേരം ഇതിനകത്ത് അങ്ങനെയുള്ളതൊന്നും പറ്റത്തില്ല. ഏത് പർപ്പസിന് വേണ്ടി വരുന്നു അത് അതിനു വേണ്ടി വിനിയോഗിക്കണം. ഇനിയും ഉണ്ട് FCRAയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും. ആ ചോദ്യങ്ങളും സംശയങ്ങളും തീർച്ചയായും ഞാൻ ഉന്നയിക്കുന്നതാണ്, അതിന് മറുപടി ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു ചർച്ച വളരെ ഗൗരവത്തോടു കൂടി തന്നെ പ്രേക്ഷകർ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മറ്റൊരു എപ്പിസോഡുമായി നാളെ കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.